ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പൊട്ടാറ്റോ കൊണ്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ നല്ല ടേസ്റ്റിലും വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ക്യാപ്സിക്കോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കോ ഇല്ലാത്തവരാണെങ്കിൽ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതിയാവും. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വേവാനായിട്ട് ഞാൻ ഒരു ലേശം ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൊട്ടാറ്റോ ആണ് കേട്ടോ. അപ്പോൾ 2 പൊട്ടാറ്റോ എടുക്കാം. അല്ലാണ്ടെങ്കിൽ വലുതാണെങ്കിൽ 1 എടുത്താലും മതിയാവും. അത് നമ്മളിതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ വേവിച്ച ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇതിലിട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലത്തെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുത്ത് ഇതിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഇതിലേക്ക് നമ്മളിതാ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കഷ്ണം ചിക്കൻ വേവിച്ചിട്ട് അതും ഇതുപോലെ ഒരു നുള്ളു ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചിക്കൻ വേവിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതും നമ്മളിതിലേക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ടയും ഒരു നുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് ഇതിലും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ മൈദാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ബ്രെഡ് പൊടിച്ചെടുക്കുന്നുണ്ട്. അത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം പൊടിച്ചത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ഒരു ഉരുളയാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കഷ്ണം ചീസ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലൊരു കഷ്ണം ചീസ് വെച്ചതിന് ശേഷം ഇതൊന്ന് പഴയതുപോലെ ഉരുളാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ മാവിലൊന്ന് ഉരുള ഒന്ന് മുക്കിയെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് ഇങ്ങനെ 2-3 മടക്കാക്കിയിട്ട് ഞാൻ വെച്ച് കൊടുക്കാൻ ചെയ്യുന്നത്. നീളത്തിലുള്ളൊരു ചീസാണ് ആയിരുന്നത്. അപ്പോൾ 2-3 മടക്കാക്കിയിട്ട് ഞാൻ ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അടിഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. കരിയാതെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ.